വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ വീടിൻ്റെ പരിസരം കാണിക്കുക, അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാണ്, ഇതൊരു അവിടെ സൈക്കിൾ ഓടിക്കുകയാണ്, ഞാൻ കാണിച്ചത്. ഇത് ഞാൻ പറഞ്ഞു ഇതൊരു ഞങ്ങളുടെ പരിസരവും പിന്നെ ഇപ്പോഴത്തെ ഒരു മോർണിംഗ് വ്ലോഗ് മാതിരി നിങ്ങൾ കണ്ടോളൂ. മോർണിംഗ് വ്ലോഗ് കുറേ ആയിപ്പോയി, സമയം കുറേ ഒന്നും ആയിട്ടില്ല. 11:26 അതായത് 11:00 അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. സോറി ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വീഡിയോ എടുക്കാൻ വിചാരിച്ചായിരുന്നു, ബട്ട് കഴിഞ്ഞില്ല. ഞങ്ങൾ രണ്ടാളും നേരത്തെ എണീച്ചില്ല, കാരണം നേരത്തെ എണീക്കേണ്ട, ഇതൊരു വെക്കേഷൻ അല്ലേ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഡെയിലി വ്ളോഗ് ഇടുന്നതായിരിക്കും. അതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇതൊരു ഡെയിലി വ്ളോഗ് ഫസ്റ്റത്തെ പാർട്ടാണ്. പിന്നെ അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ഡെയിലി വ്ളോഗ് ഇടും. ഡെയിലി വ്ളോഗ് ഇന്നത്തോടെ ആരംഭിച്ചിരിക്കുന്നു. ഡെയിലി വ്ളോഗ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂമല്ല, നമ്മൾ സൈക്കിൾ ഓടിക്കുകയാണ്. ട്രൈപോഡ് ഇവിടെ കുത്തി വെച്ചാണ് ഞാൻ എന്നൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിന് ഞാനിപ്പോൾ വേറെ കുത്തിയാണുള്ളത്. എൻ്റെ വീട് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ലച്ചിനെ കാണിച്ചു തരാം. ലച്ച് ഇവിടെ ശാന്തമായി സൈക്കിൾ ഓടിച്ചത്. ലച്ച് കൊയിലാണ്ടി പോയി സൈക്കിൾ ലിച്ച് കൊയിലാണ്ടി പോയാണ്. അപ്പം ലച്ചു സൈക്കിൾ ഓടിക്കുകയാണ്. അപ്പം ഞങ്ങൾ സൈക്കിൾ ഓടിക്കുകയാണ്. അല്ല, ഞങ്ങളല്ല, അവൾ സൈക്കിൾ ഓടിക്കുകയാണ്. അപ്പം എന്താ പറയുക, അവൾക്ക് സൈക്കിൾ ഓടിക്കുന്ന ഒരു ഹരമായി പോയി. അതിപ്പോൾ എനിക്കും. അപ്പം ഇത് ഡെയിലി വ്ളോഗ് 1 പാർട്ട്. അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ ഇടും. അപ്പം ഞങ്ങൾ പരിസരം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇതൊരു മോർണിംഗ് വ്ളോഗായിട്ട് കരുതിക്കുക, പക്ഷേ കുറേ നേരമായി ഉള്ളൂ. ഇതൊരു മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ എന്താ പറയാൻ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ട്രൈപോഡിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലത്തെ എന്താ പറയുക, അത് മീഷോ എന്നാണ് വാങ്ങിയത്. അത് ഒരു കമ്പനി വന്നാണ്. അത് മീഷോ എന്നാണ് വാങ്ങിയത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ വിചാരിച്ചിരുന്നു, ആമസോണിൽ നിന്ന് വാങ്ങാൻ വിചാരിച്ചിരുന്നു, ബട്ട് ഞങ്ങൾ മീഷോ എന്നാണ് വാങ്ങിയത്. അപ്പോൾ ഗൈസ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെയിലടിക്കുന്ന വൈത്തൊന്നും നമുക്ക് അപ്പുറത്തോട്ട് ഇല്ലെങ്കിൽ വേണ്ട ഗൈസ്. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു സ്ഥലത്തിരിക്കാം. ഞാൻ അന്നത്തെ വീട് ഇട്ടപ്പോൾ ഞാൻ ഒരു സ്ഥലത്തിരുന്നില്ലേ, ഒരു റോസൊക്കെ വാടി. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. റോസ് വാടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വാടിയാലും അത് പൂക്കുമല്ലോ. പൂക്കാണ്ടൊന്നും നിൽക്കാത്ത റോസല്ല വാങ്ങിയത്. അങ്ങനത്തെ റോസ് വാങ്ങൂല്ല. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ഇവിടെ ട്രൈപോഡ് ഇവിടെ വെച്ചാലേ ആക്കി വെച്ചാലേ എനിക്ക് മര്യാദയ്ക്കും പറയാൻ കഴിയും. ഗൈസ്, ഇവൾ സൈക്കിളിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്നാണ് പറയുന്നത്. ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്നാണ് പറയുന്നത്. അപ്പം ഗൈസ്, അവള് വാടിയിട്ടുണ്ട്. എന്തായാലും പൂക്കുട്ടോ. ഒട്ടമഞ്ഞ് നല്ല കാറ്റ് ഗൈസ്. ഗൈസ്, പരിസരം കാണിച്ചിരുന്ന വ്ളോഗാന്ന് പറഞ്ഞാൽ നമ്മളെ പരിസരം കാണിച്ചു തന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് ചെടികളും പൂക്കളൊക്കെ ആദ്യം കാണിച്ചു തരാനാണ്. ഇത് ഞാൻ ഓരോ ചെടീൻ്റെ പേരും പറഞ്ഞത്. ഇത് ബാക്ക് ക്യാമറ ആണ്. ഇതാണ് തുളസി. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് പപ്പായ. ഇത് അവിടെ ഒരു ചെറിയൊരു മാങ്ങമരം വളരുന്നുണ്ട്, മാറ്റി കുഴിച്ചിടണം. പിന്നെ ഇതെന്താണ്, ഇത് മുളകാണ് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വലിയ മസ്റ്റ് ബി ഗൈസ്. ഇപ്പോൾ എൻ്റെ ഫോണ് വീഴുന്നു, അത് ചെറുങ്ങനെ സ്ലിപ്പായാണ്. ഇതാ ഇവിടെ ഉള്ളൊരു മാങ്ങ ഗൈസ്. ഞങ്ങളുടെ മരത്തിൽ തന്നെയാണ്, കുറേ മാങ്ങ ഉണ്ട്. പിന്നെ ഉപ്പും മുളക് കിട്ടുന്ന തോനുണ്ട്. ഇതാണ് ഗൈസ് വാടിപ്പോയത്. കണ്ടോ, വാടിപ്പോയി. മറ്റേ സാരില്ല, ഞങ്ങളത് റെഡിയാക്കിക്കോളും. റെഡിയാക്കാൻ അങ്ങനല്ല, ഇത് പൂത്തോളും. ഇതൊന്ന് വാടിയാണ്, പൂത്ത് വാടിയ സാധനമാണ്. പിന്നെ ഇതെന്താന്ന് അറിഞ്ഞൂടെ, ഇതിപ്പോൾ കുഴിച്ചപാട് വാടി. പിന്നെ ഇതൊന്നില്ല,
ലച്ചുതാ വരുന്നു സൈക്കിൾ ഓടിച്ചോണ്ട്. ഞങ്ങള് ഈവനിങ് വരെ ഇത് ചെയ്യുന്നുണ്ട് ഈ വ്ളോഗ്. കാരണം എന്താന്ന് വെച്ചാ ഞങ്ങൾ ഈവനിങ്ങിനാണ് സൈക്ലിംഗ് റൈഡിന് പോവാട്ടോ. ഞങ്ങളുടെ ഒരു റോഡുണ്ട്, റെഡ് റോഡ് എന്നാണ് ഞങ്ങളുടെ പറയാ. അവിടെയാണ് കേട്ടോ. അപ്പുറത്ത് ഈ സൈഡിൽ കൂടി പോയാൽ മതി, അല്ലെ ഈ സൈഡിൽ കൂടി പോയാൽ മതി. ഞങ്ങൾ സൈക്കിളും കൊണ്ട് പോകുന്നിട്ട് അവിടുന്ന് കുറേ ഓടിക്കും. ലച്ചു ഇതാ, ഞാൻ ഈ സൈക്കിൾ ഓടിക്കും, ലച്ചു അവിടെ ഉള്ളതാ ആ സൈക്കിൾ ഓടിക്കും. പിന്നെ അത് എനിക്കറിയില്ല, പോയിട്ടുണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ ഒപ്പം അവനും സൈക്കിൾ എടുത്ത് തരും. അപ്പം അങ്ങനെയാണ്. ഇത് കൊല്ലങ്ങളായി ഞങ്ങളുടെ വീട്ടിലുള്ള മുള്ളാണ്. 2 സൈഡുണ്ട് മുല്ല. ഇതാ 1 2. പിന്നെ ഇതാ ഞാൻ നട്ടു വളർത്തിയ എൻ്റെ സ്വന്തം മുളക്. ഇതിതാ ഒരു മുളകൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാ അയ്യോ, എനിക്ക് തന്നെ കണ്ണ് കാണില്ല. അതാ കാണിച്ചത് കണ്ടോ ഇത്. പിന്നെ ഇത് മാത്രമല്ല, കുറേ മുളക് ഇതാ മുളക്കാനും പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ. അപ്പോൾ അത് ബാക്ക് ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ പച്ചപ്പുള്ള പുല്ല്. ഇത് നിങ്ങളാരും മറക്കണ്ട. ഇതാദ്യം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കറ്റർവായാണ്. ഈ മുള്ളു കൊള്ളടി അറിയാലോ. ആ ഇത് അറിയാൻ തോന്നുന്നില്ല. പിന്നെ ഇവിടെയുള്ള മാങ്ങ എല്ലാം പോയി ഗൈസ്. ഇവിടെ ഏണിയൊക്കെ വെച്ച് ഞങ്ങൾ ഞങ്ങളല്ല കയറാറുണ്ട്. കയറാൻ പോവാണ് അവള്. തായറങ്ങ് ലച്ചു. ഇത്ര വരെ അവള് കയറില്ല കേട്ടോ. മതി മതി മതി, ഞാൻ നിന്നെ ചാലഞ്ച് വെച്ചാൽ ഇറങ്ങി. നമ്മുടെ കിണർ നിങ്ങൾ എപ്പോഴും കാണുന്ന സാധനം കേട്ടോ. കിണർ അതിൻ്റെ അകത്ത് കറുപ്പ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു വേറെ ബെഡ് കത്തിച്ചാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അകം. മഴ പെയ്താൽ ഇതൊക്കെ ഞങ്ങൾ മാറ്റി കിട്ടും. ലച്ചുവിൻ്റെ മുഖം നല്ലോണം വേർപ്പിച്ചിട്ടുണ്ട്. ബലൂണാണ് ഇവള്, ബലൂണ്. കുറേ മാങ്ങകൾ വീണ് കാക്ക കൊത്തുന്നുമുണ്ട്. അതൊക്കെ പൈത്തമാങ്ങാണ്, സീനില്ല. ഞങ്ങൾക്ക് പച്ചമാങ്ങ പൈത്തമാങ്ങനെ കുറ്റം പറയുന്നില്ല. പച്ചമാങ്ങയും വേണം, പൈത്തമാങ്ങയും വേണം. ഞാൻ ഫുള്ള് പരിസരം ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇത് മാത്രമല്ല, കുറേ പരിസരങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്കൈ കാണിച്ചു തരാം, അതാണ് ഏറ്റവും മനോഹരം. ഇത് കണ്ടോ, പക്ഷെ വെയിലാന്നേ ഉള്ളൂ. 11 മണി മുതൽ 4 മണി വരെ പുറത്തിറങ്ങാൻ പാടില്ല. എന്താണാവോ കുട്ടി? ആ പതക്കണ വെയിലാണ്. അപ്പൊ നീ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? പുറത്തിറങ്ങാൻ പാടില്ല എന്നല്ലേ നീ പറഞ്ഞത്? വെയിലില്ലാത്ത സ്ഥലത്ത് നിക്കാം, വെയിലുള്ള സ്ഥലത്ത് നമുക്ക് നിക്കാൻ പാടില്ല. പതക്കണ ചൂടാണ്. ആണോ? നീ ആരാ, ജ്യോതിഷനോ? പാമ്പ് പെടഞ്ഞ് കളിക്കുന്നു ഗൈസ്. ആ ഒരു കാര്യമുണ്ട് ഗൈസ്, എനിക്ക് പറയാൻ മറന്നു. കാര്യം എന്താന്ന് വെച്ചാ ഗൈസ്, ഞാൻ പറഞ്ഞു മിക്സി. അപ്പോൾ ഞാൻ പറയട്ടെ, എന്താ പറയാ, കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പം നടക്കുന്ന സ്ഥിരമായ കാര്യമാണ്. പുറത്തിറങ്ങിയാല് ചൂടോടെ ചൂട്, അയ്യോ സഹിക്കാൻ കഴിയില്ല. എന്താ പറയാ, അവിടുത്തെ കറണ്ട് എപ്പോഴും രാത്രി 11 മണി കഴിഞ്ഞാലോ, അല്ലെ 10 മണി കഴിഞ്ഞാലോ, അല്ലെ 9 മണി കഴിഞ്ഞാലോ അപ്പം പോവും. അതാണ് ഇപ്പോഴത്തെ KCB. പിന്നെ പുറത്തിറങ്ങിയാൽ നല്ല ചൂടുകൊണ്ട് സഹിക്കാൻ കഴിയില്ല. ഇപ്പതാ സഹിക്കാൻ കഴിയില്ല ഗൈസ്. പിന്നെ അകത്തിരുന്നാൽ ഇപ്പോഴത്തെ വാർത്തയിൽ പാമ്പ് എല്ലാം കൂടി കുടുങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ ഭയങ്കര ചൂടാണ്, പുറത്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടുണ്ട്. പക്ഷെ ഇവിടെ നല്ല കാറ്റ് കിട്ടും, കുറേ മരങ്ങളുണ്ട്, അതുകൊണ്ട് നല്ല കാറ്റ് കിട്ടും കേട്ടോ, കാറ്റ് കിട്ടും. പിന്നെന്താ പറയാ, നമ്മൾ അകത്തിരുന്നാൽ ഇതാ റിപ്പോർട്ട് പാമ്പ്. അകത്തിരുന്നാൽ പിന്നെ ചൂടും കൂടി ഉണ്ട്. ഫാന് അധികം ഇപ്പൊ കാറ്റ് ഉണ്ട്, നല്ല ചൂടാണ്, ചൂട് കാലം ഗൈസ്. അപ്പോൾ അതേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് അടുത്തതിലോട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫോണിൽ കളിയാണ്. ഫോണിൽ കളി അല്ലെങ്കിൽ TV യൂട്യൂബ് കാണും, അങ്ങനത്തൊക്കെയാണ് ഞങ്ങളുടെ കളി. അല്ല, ഞങ്ങൾ കുറേ ദിവസമായി ഷോർട്ട് ഫിലിം ഇടാത്ത. അപ്പം ഷോർട്ട് ഫിലിമിൻ്റെ പ്രാക്ടീസിൽ, ഷോർട്ട് ഫിലിമല്ല
ഷോർട്ട് ഫിലിം അല്ല ഒരു സാധനം അങ്ങനല്ല. ഇപ്പൊ ഞങ്ങൾ ഇതില്ലേ എന്താ പറയാ, ഷോർട്ട് ഫിലിം അല്ല, ഒരു ഷോർട്ട്, എനിക്ക് കിട്ടുന്നില്ല, ഒരു കണ്ടന്റ് വീഡിയോ ഞങ്ങൾ ഇപ്പൊ ഇടുന്നുണ്ട്. നമുക്കിതാ ട്രൈപോഡ് പൊക്കി നമ്മളെ ഇവിടെ ഇപ്പൊ നിർത്താട്ടോ ഈ വീഡിയോ. മതിയായി. ഷോർട്സിൽ ഞങ്ങൾ ഇടാൻ ഞങ്ങൾ കളിക്കാൻ കിട്ടും. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്. ഇതെന്താ ഇൻസ്റ്റാഗ്രാമോ?